നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ ഒരെണ്ണത്തിൽ മാത്രം ജയിച്ചതിന് ക്ഷീണം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രമുഖ നേതാക്കളെ CPM രംഗത്തേക്ക് ഇറക്കുന്നത്. സംസ്ഥാന സമിതി അംഗീകരിച്ച സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ മന്ത്രിമാരും PB അംഗവും 3 ജില്ലാ സെക്രട്ടറിമാരും 3 MLA-മാരും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. മലപ്പുറം ജില്ലയിൽ സ്വതന്ത്രരെ ഇറക്കിയുള്ള പരീക്ഷണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും തുടരുകയാണ്. മത്സര രംഗത്തുള്ള ജില്ലാ സെക്രട്ടറിമാരിൽ എത്ര പേർക്ക് സ്ഥാനം തിരികെ ലഭിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. കേന്ദ്ര നേതൃത്വമാണ് പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കുക. ആലത്തൂരിൽ മത്സരത്തിന് മന്ത്രി K രാധാകൃഷ്ണന് താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും പാർട്ടി നിർദ്ദേശം അങ്ങ് അംഗീകരിക്കുകയായിരുന്നു. ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ച ഒരേയൊരു പേരും രാധാകൃഷ്ണന്റേത് മാത്രമാണ്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ എന്നിവരെ രംഗത്തേക്കിറക്കിയത് വാശിയേറിയ പോരാട്ടത്തിന് തന്നെയാണ്. വർക്കല MLA ആണ് V ജോയ്. M മുകേഷും KK ശൈലജയുമാണ് മത്സരിക്കുന്ന മറ്റ് 2 MLA-മാർ. KK ശൈലജ, TM തോമസ് ഐസക്, എളമരം കരീം, K രാധാകൃഷ്ണൻ എന്നിവർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ, പൊന്നാനി, തൃത്താത്തല, താനൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഭരണം CPIM-നാണ്. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസയെ രംഗത്തേക്കിറക്കി ലീഗ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയാൽ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് CPM. സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനമുയർത്തിയതിന് പാർട്ടി ചുമതലയിൽ നിന്നും മാറ്റുകയും പിന്നീട് പുറത്താക്കപ്പെടുകയും ചെയ്ത നേതാവാണ് ഹംസ. ഹുസൈൻ രണ്ടത്താണിയെയും V അബ്ദുറഹ്മാനെയും പൊന്നാനിയിൽ സ്വതന്ത്രരായി പരീക്ഷിച്ച ശേഷമായിരുന്നു ഹംസയിലേക്ക് CPM എത്തുന്നത്. ഇടത് സ്വതന്ത്രനായി മത്സരിച്ച KT ജലീൽ കുറ്റിപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ 2006-ൽ കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിയ ശേഷം CPM മലപ്പുറം ജില്ലയിൽ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് മുതിർന്നു. കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും വിട്ടുപോയവരെയാണ് സ്ഥാനാർത്ഥികളാക്കി മാറ്റിയത്. ഈ പരീക്ഷണത്തിൽ കൂടുതൽ നേട്ടമുണ്ടായത് നിയമസഭയിലേക്കാണ്. KPCC നിർവഹണ സമിതി അംഗമായിരുന്ന V അബ്ദുറഹ്മാൻ മത്സരിച്ചപ്പോഴായിരുന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ലീഗിന്റെ ഭൂരിപക്ഷം 2014-ലെ തിരഞ്ഞെടുപ്പിൽ കുത്തനെ കുറഞ്ഞത്. താനൂർ നിയമസഭാ സീറ്റ് CPIM പിടിച്ചെടുത്തതും നിലവിൽ മന്ത്രിമാരായ V അബ്ദുറഹ്മാനിലൂടെയാണ്. പഴയ മഞ്ചേരി ലോക്സഭാ മണ്ഡലം 2004-ൽ TK ഹംസയിലൂടെ പിടിച്ചെടുത്ത ചരിത്രവും CPM-നുണ്ട്. എറണാകുളം ബാലികേറ മലയാണെന്ന CPM റിപ്പോർട്ടുകളിൽ വിമർശനം ശരിവെക്കുന്നതായിരുന്നു സ്ഥാനാർത്ഥി ചർച്ച. ഏറെ പേരുകൾക്കൊടുവിലായിരുന്നു KJ ഷൈനിലേക്ക് എത്തുന്നത്. C രവീന്ദ്രനാഥും K രാധാകൃഷ്ണനെയും മത്സരിക്കാനില്ലെന്ന നിലപാടിലായിരുന്നു. ജില്ലാ കമ്മിറ്റികൾ ഇവർ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചുനിന്നതോടെ വേറെ വഴിയില്ലെന്നായി. ആലത്തൂർ തിരിച്ചുപിടിക്കാൻ രാധാകൃഷ്ണൻ കഴിയുമെന്ന ചിന്തയിലാണ് പാർട്ടി. KPCC പ്രസിഡന്റ് K സുധാകരൻ കണ്ണൂരിൽ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് MV ജയരാജനെ പരിഗണിച്ചത്. ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിനോട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നേതാക്കൾക്കിടയിലുണ്ട്. മത്സരിക്കുമ്പോൾ സെക്രട്ടറിയുടെ ചുമതല മറ്റാരെങ്കിലും ഏൽപ്പിക്കുന്നതാണ് പതിവ്. മന്ത്രി VN വാസവൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയായിരുന്നു ലോക്സഭയിലേക്ക് കോട്ടയത്ത് നിന്നും മത്സരിച്ചത്. പരാജയപ്പെട്ട ശേഷം സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. P ജയരാജൻ വടകരയിൽ മത്സരിക്കാനായി ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരുന്നു. പരാജയപ്പെട്ടെങ്കിലും സെക്രട്ടറിയായി തിരിച്ചു വരാനായില്ല. ഏക സിറ്റിംഗ് MP AM ആരിഫിനെ ഒരു തവണ കൂടി പരിഗണിച്ചു. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കാണ് അനുയോജ്യനാണെന്നാണ് വിലയിരുത്തൽ. മലപ്പുറത്ത് V വസീഫിന് അവസരം നൽകി DYFIക്കും പരിഗണന നൽകി. അങ്ങനെ അരയും തലയും മുറുക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ചെഞ്ചോര ചുവപ്പുമായി പാർട്ടി അംഗങ്ങൾ ഇറങ്ങുകയാണ്. ഇനി കണ്ടറിയേണ്ടത് 3 മുന്നണികളും പോരാടുന്ന ഈ പോരാട്ടത്തിൽ ആര് വാഴും, ആര് താഴും, ആരൊക്കെ തഴയുമെന്നതാണ്.